കാട്ടാനകളെ തുരത്തി പുഴ കടത്തി വിടുന്നതിനായുള്ള പ്രത്യേക എലിഫന്റ് ഡ്രൈവിന് തുടക്കമിട്ട് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത്. വനസംരക്ഷണ സമിതിയുടെയും വനം വകുപ്പിന്റെയും സംയുക്ത ശ്രമമായാണ് ഇപ്പോൾ നടക്കുന്ന എലിഫന്റ് ഡ്രൈവ്. ഡ്രോണുകളുടെ ഉൾപ്പെടെ സഹായത്തോടെയാണ് ആനകളെ കണ്ടെത്തി പുഴയ്ക്ക് അക്കരെയുള്ള വനത്തിലേക്ക് തുരത്തുന്നത്. പൂർണ്ണമായും ആനകളെ പുഴ കടത്തിവിട്ടാൽ മാത്രമേ പഞ്ചായത്തിൽ അവശേഷിക്കുന്ന ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. കാട്ടാനശല്യം രൂക്ഷമായ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുൻപായി കാട്ടാനകളെ പൂർണ്ണമായും തിരികെ പുഴ കടത്തിവിടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കീരമ്പാറ പഞ്ചായത്തിന്റെയും വനസംരക്ഷണ സമിതിയുടെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവിന് തുടക്കമായത്. പഞ്ചായത്തിലെ വനാതിർത്തിയിൽപ്പെടുന്ന 1, 2, 3, 4 എന്നീ വാർഡുകളിലായിരുന്നു ആനശല്യം ഏറെയും അനുഭവപ്പെട്ടിരുന്നത്. 5 ആനകളാണ് ഇവിടങ്ങളിൽ തമ്പടിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ജനവാസ കേന്ദ്രത്തിന് നടുവിൽ വരെ കാട്ടാന എത്തിയിരുന്നു. തട്ടേക്കാട് പ്ലാന്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവിന് മുന്നോടിയായി കോതമംഗലം MLA ഷിബു തെക്കുംപുറം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആന വാച്ചർമാരും വനം വകുപ്പിന്റെ RRT സംഘവും പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളും എലിഫന്റ് ഡ്രൈവിൽ പങ്കാളികളായി. അതിർത്തിയിലേക്ക് ആനകളെ ഓടിച്ചെത്തിച്ചെങ്കിലും ഒരാന മാത്രമാണ് പുഴ കടന്ന് അക്കരെയുള്ള വനത്തിലേക്ക് പോയത്. ബാക്കിയുള്ള 4 കൊമ്പനാനകൾ തിരികെ വന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവയെയും പുഴ കടത്തി തുരത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരും. ആനകളെ തുരത്തുന്നതിനായി റബ്ബർ ബുള്ളറ്റ്, പെല്ലറ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള തോക്കുകളാണ് എലിഫന്റ് ഡ്രൈവിനായി എത്തിച്ചത്. ആനകളെ പൂർണ്ണമായും തുരത്തിയാൽ മാത്രമേ ഇവിടെ ഫെൻസിംഗിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.